ഇന്ന് പന്തു കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠഭാഗമാണ്. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്, അല്ലേ? ഓരോ കുടുംബങ്ങളും ഈ ആശയം നെഞ്ചിലേറ്റണം. വേർതിരിവില്ലാതെ മക്കളെ വളർത്താനും തുല്യ അവസരങ്ങൾ സ്വന്തം മക്കൾക്ക് നൽകാനും ഓരോ കുടുംബങ്ങളും തയ്യാറായാൽ ഇത് നമുക്ക് സാധ്യമാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആശയം മനസ്സിലാക്കി വായിക്കണം. എന്താണോ നാം വായിക്കുന്നത് അതിൻ്റെ ആശയം നമുക്ക് തന്നെ മനസ്സിലാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കേട്ടിരിക്കുന്നവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയണം. അക്ഷരസ്ഫുടതയോടെ വായിക്കണം. ഭാവസ്ഫുരണതയോടെ, ശബ്ദക്രമീകരണത്തോടെ വേണം നാം വായിക്കാൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വായന എളുപ്പമാകും. തുടങ്ങാം നമുക്ക്. ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുമുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലാ കളി. ഉള്ളത് പറയാമല്ലോ, നല്ല ഒന്നാന്തരം കളിക്കാരനാ അവൻ. ഓട്ടത്തിന് അസാധ്യ വേഗത, കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം. എന്നെ കണ്ട പാടെ അവൻ പറഞ്ഞു, "മഞ്ഞക്കിളി, ഗോളി നിന്നു." എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, കയറി കളിക്കാനായിരുന്നു. ഞാനും ഒരു ആൺകുട്ടിയല്ലേ. പക്ഷേ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതോടെ അവൻ എൻ്റെ നേർക്ക് തിരിഞ്ഞു. "മഞ്ഞേ, നിൻ്റെ കൈയെന്താ ഒട്ടക്കൈയാണോ?" ഞാനത് കേട്ടതായി നടിച്ചില്ല. അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്ന് മാത്രം. അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി. പ്രകാശൻ കലി തുള്ളി. പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല. എന്നെ കാണുമ്പോഴേ അവൻ അമറും, "മഞ്ഞക്കിളിയെ നിങ്ങളെടുത്തോ." എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി. അത് കണ്ട് പ്രകാശൻ പിന്നെയും കലി തുള്ളി. "അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം." ഞാൻ അവൻ്റെ രോഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു. അങ്ങനെയിരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത്. വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം, "എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമോ?" പ്രകാശം മാത്രമല്ല, ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പ്രകാശൻ അത് പറഞ്ഞ് നിർത്താതെ ചിരിച്ചു. ഞാനും ഒത്ത ഒരാൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി. സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ്. കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നീട് പരിക്കുപറ്റി കളം വിടേണ്ടി വന്നു. ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം. "അതിമോഹമാണ് മോളെ" എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു. സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്ത് നിന്ന് പോയത്. അന്ന് രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യമെല്ലാം പറഞ്ഞു. അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു, "പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞു?" ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു. ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ്. സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയേയില്ല. മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട്. കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൺകുട്ടികൾ ഉണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ? എനിക്ക് സംശയമാ, അമ്മ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല, അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ. അമ്മ വകവച്ചില്ല. പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു. വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു. "അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിൻ്റെ അച്ഛനോടാ." അമ്മ ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അതല്ല, സുമംഗല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട്. അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിറ്റേന്നും അവൾ മൈതാനത്തെത്തി. പഴയ ചോദ്യം ആവർത്തിച്ചു. പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി.
സുമംഗലയും വിടുന്നില്ല. ഇവരുടെ വഴക്ക് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എനിക്കന്ന് അത്ര സന്തോഷം വന്നില്ല. എന്തായിരിക്കും കാരണം? സുമംഗലയെക്കുറിച്ച് ചിന്തിച്ചൂലേ? പെൺകുട്ടികൾക്കും കളിക്കാൻ അവകാശമുണ്ടെന്ന് ആ കുട്ടിയുടെ അമ്മ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ കാരണം. സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗ്രൂപ്പും അതുപോലെ തന്നെ മെസ്സേജസൊക്കെ സെൻഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ.